വനസനും നീലനും, വനാസനും നീലാനം, വനസൻ ആൻഡ് നീലാൻ. ഇടതൂർന്ന കാടിന്റെ ഓരത്തായിരുന്നു വനസൻ എന്ന കുരങ്ങൻ താമസിച്ചിരുന്നത്. അവൻ വളരെ സാഹസികനും എപ്പോഴും സന്തോഷവാനുമായിരുന്നു. മരങ്ങളിൽ ചാടിക്കളിക്കാനും പഴുത്ത മാമ്പഴം കഴിക്കാനുമായിരുന്നു അവന് ഏറ്റവും ഇഷ്ടം. ഒരു ദിവസം നദിയുടെ മറുകരയിൽ നിറയെ മധുരമൂറുന്ന മാമ്പഴങ്ങളുള്ള ഒരു വലിയ മരം അവൻ കണ്ടു. അതൊരു വലിയ സാഹസിക യാത്രയാകുമല്ലോ, വനസൻ മനസ്സിൽ പറഞ്ഞു. ആഴമുള്ള ആ നദിയിൽ നീളൻ എന്നൊരു മുതലയാണ് താമസിച്ചിരുന്നത്. കുറച്ചു ദിവസങ്ങളായി നീളൻ വനസനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും മധുരമുള്ള മാമ്പഴം കഴിക്കുന്ന ഈ കുരങ്ങന്റെ ഹൃദയം എത്ര രുചികരമായിരിക്കും, നീളൻ ചിന്തിച്ചു. നീളൻ പതുക്കെ കരയിലേക്ക് നീന്തിവന്നു. ഹേയ് വനസൻ, ഞാൻ നിന്റെ ഒരു സുഹൃത്താണ്. നിനക്ക് മറുകരയിലെ മാമ്പഴം വേണമെങ്കിൽ ഞാൻ നിന്നെ അക്കരെ എത്തിക്കാം. അതൊരു നല്ല സാഹസിക യാത്രയായിരിക്കും, നീളൻ പറഞ്ഞു. വനസൻ ഒന്നു മടിച്ചു, പക്ഷേ അവന്റെ സാഹസിക മനം അവനെ തടഞ്ഞില്ല. ശരി നീളൻ, നമുക്ക് പോകാം. വനസൻ ഉടൻ തന്നെ മുതലയുടെ പുറത്തു കയറി. അവർ നദിയുടെ നടുവിലെത്തിയപ്പോൾ നീളൻ പതിയെ ചിരിച്ചു. വിഡ്ഢിയായ കുരങ്ങ, ഞാൻ നിന്നെ ചങ്ങാതിയായി കൂട്ടിയതല്ല. നിന്റെ മധുരമുള്ള ഹൃദയം എനിക്കു വേണം, നീളൻ അലറി. വനസൻ ഞെട്ടിപ്പോയി, പക്ഷേ അവൻ വേഗം ബുദ്ധി ഉപയോഗിച്ചു. എന്റെ ഹൃദയമോ? അത് എന്റെ പ്രിയപ്പെട്ട മാമ്പഴമരത്തിൽ ഞാൻ സൂക്ഷിക്കാറുണ്ട്. യാത്രകളിൽ അതെപ്പോഴും ഭാരമായി തോന്നാറുണ്ട്, വനസൻ വിഷമം നടിച്ചു പറഞ്ഞു. എന്താ, ഹൃദയം മരത്തിലോ? നീളൻ അത്ഭുതത്തോടെ ചോദിച്ചു. എന്നാൽ വേഗം, നമുക്ക് തിരികെ പോകാം. നീ ആ ഹൃദയം എനിക്ക് തരണം. നീളൻ ഉടൻ തന്നെ തിരിഞ്ഞ് കരയിലേക്ക് നീന്താൻ തുടങ്ങി. അവർ കരയോടടുത്തതും വനസൻ ഒരൊറ്റച്ചാട്ടത്തിന് അവന്റെ മാമ്പഴമരത്തിലേക്ക് കയറി. അവൻ മരത്തിന്റെ ഏറ്റവും ഉയരമുള്ള ശാഖയിലെത്തി. പോവുക നീളൻ, ഹൃദയം ശരീരത്തിൽ നിന്ന് ഒരിക്കലും വേർപെടുത്താനാവില്ല. ഞാൻ നിന്നെ പറ്റിച്ചു. നീളൻ ദേഷ്യവും വിശപ്പും കൊണ്ട് മുഖം വീർപ്പിച്ചു. എന്നിട്ട് നിരാശയോടെ വെള്ളത്തിലേക്ക് താഴ്ന്നുപോയി. വനസൻ അവന്റെ ബുദ്ധിയിൽ ചിരിച്ച് സന്തോഷത്തോടെ അവന്റെ സാഹസികയാത്രയുടെ മധുരമായ മാമ്പഴം ആസ്വദിച്ചു.